ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാസ്ത റെസിപ്പി ആയിട്ടോ. അപ്പോൾ അതിലോട്ട് ചിക്കൻ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിള്ളേർക്ക് ടിഫിനിലൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ നേരെ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് പോകാൻ ഞാനൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 വലിയ ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് ഞാൻ 8 അല്ലി ഗാർലിക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഗാർലിക് നമ്മൾ ഈ പാസ്ത അതുപോലെ തന്നെ നൂഡിൽസിലേക്കൊക്കെ നല്ലപോലെ കളറൊന്നും ചേഞ്ച് ആവണ്ട, അതിൻ്റെ റോസ് സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ മതി. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ ഞാൻ അതിലോട്ട് പിന്നീട് ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളി ഇല്ലേ, അത് 2 വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാസ്ത അതുപോലെ തന്നെ നൂഡിൽസിലേക്കൊന്നും അധികം വാടി പോവണ്ട കേട്ടോ, നമ്മുടെ ഗാർലിക്കും ഒണിയനൊക്കെ. അപ്പോൾ അതേ ഓണിയൻ ഒന്ന് വാടി വരുന്നുണ്ട്, നല്ലപോലെ വാടി വരുന്ന സമയത്ത് പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, എൻ്റെ ഇൻസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 70 ഗ്രാമോളം ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർ നമ്മൾ ടൊമാറ്റോ ഒരു 3 എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് ഒന്നങ്ങ് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓണിയനൊക്കെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ന്യൂഡിൽസ് ഇല്ലേ, അതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ ചെറിയ മസാല പാക്കറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊരു പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, അതൊരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ക്യാപ്സിക്കം അല്ലേ, ക്യാപ്സിക്കം ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അധികം വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല, കാരണം ക്യാപ്സിക്കം ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും കുറച്ച് റോ ആയിട്ടാണ് ഇഷ്ടം, അധികം വാടിപ്പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ഉടനെ തന്നെ ഞാൻ ഇതിലോട്ട് വലിയ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സോയാ സോസ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ക്യാപ്സിക്കം ഞാൻ ക്യൂബ്സായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് സോയാ സോസ് ഒരു വലിയ ടേബിൾ സ്പൂണോളം തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചില്ലി ഗാർലിക് സോസ് ഇല്ലേ, അത് ഞാനൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ഗാർലിക് സോസ് ആട്ടോ. ചില്ലി ഗാർലിക് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം, വലിയ ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ, ഒരു ക്രീമി പോലെ ഉണ്ടാവും നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അതേ സോസൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ, അത് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് അത് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലോട്ട് നമ്മുടെ പാസ്ത വേവിച്ച് വെച്ചിട്ടില്ലേ, എൻ്റെ പാസ്ത കൊള്ളില്ല കേട്ടോ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒന്നങ്ങ് വെന്ത് വരുമ്പോൾ തന്നെ അതൊന്നങ്ങ് ഫുള്ളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ പോലെ ആവുന്ന പാസ്ത. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ പാസ്ത നല്ല ബ്രാൻഡ് നോക്കിയിട്ടൊന്ന് വാങ്ങിക്കോട്ടെ. അപ്പം എൻ്റെ പാസ്ത എനിക്ക് കൊള്ളില്ല. അപ്പോൾ ദേ ആ പാസ്ത ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ത നന്നായി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ മൊസറല്ല ചീസില്ലേ, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ലേ, അതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്നങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, പാസ്തക്കായാലും നൂഡിൽസിനായാലും. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മൊസറല്ല ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതെ നമ്മളുടെ സൂപ്പർ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ടിഫിനിലോട്ടും പിള്ളേർക്ക് പിന്നെ കൊണ്ടുവിടാനും അതുപോലെ തന്നെ ഓഫീസിലുള്ളവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും